ഇത്രയും ഫിറോഷ്യസ് ആയിട്ടുള്ള അനിമൽസിനെ തന്നെ നമ്മൾ പലപ്പോഴും ഈ റീലുകളിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ അമ്മ ചീത്ത പറയുമ്പോൾ അങ്ങനെ ചൂളിയിരിക്കുന്ന പിറ്റ്ബുളിനെ കാണാം, അല്ലെങ്കിൽ പാപ്പൻ നിന്നെ കൈകൊട്ടുന്ന റോട്ട് വീലറിനെ കാണാം. ഇതെങ്ങനെയാണ് ആ ഒരു ജന്മസിദ്ധമായിട്ടുള്ള നേച്ചറിനെ മറികടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനും ഒരുപാട് റീലുകൾ കണ്ട് ചിരിച്ചിട്ടുണ്ട് ഈ ഒരു സംഗതി. റോഡ് വീലറും ലാബ് പോലെയുള്ള അവരുടെ ആ ഒരു വില്ലത്തരം മറന്നിട്ട് അവരിങ്ങനെ റോഡ് വീലറിൻ്റെ ആ കുലത്തിന് തന്നെ നാണക്കേടാണെന്നൊക്കെ ചോദിക്കുന്ന രീതിയിലൊക്കെ പറയുന്നത് കണ്ടിട്ട് യഥാർത്ഥത്തിൽ ഇത് ഒരു തരം മൈക്രോ ഇവല്യൂഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവരും എൻറ്റയർലി ഹ്യൂമൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ മൂമ്മയായിരിക്കും ചിലപ്പം ദിനംതോറും ഫുഡ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അവൻ ആ ഒരു പുതിയ ഒരു സാഹചര്യത്തിനുള്ള അനുകൂലനമാണ്. അപ്പോൾ അവൻ്റെ ജീന് ഇതാണ്, അതുകൊണ്ട് ഞാൻ ഡാൻസ് ചെയ്യരുത് എന്നൊക്കെ അവൻ മറന്നു പോകുന്നതായിരിക്കാം. ആ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു മെമ്മറിയിൽ നിന്നുള്ള ലോസാണ് സംഭവം. അതിൽ കൂടുതലായിട്ട് അതിന് ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. പക്ഷേ ഇവനും കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വിടണമെന്നില്ല. ഈ ഡാൻസ് കളിക്കുന്ന നിങ്ങൾ കണ്ട ആ ഒരു റോഡ് വീലർ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ അവൻ ഫെറോഷ്യസ് ആയേക്കാം. നമുക്ക് പ്രിജുഡൈസ് ആ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കില്ല.